നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. തൃശൂർ തൃപ്രയാർ ബസ് യാത്രക്കിടെ യാത്രക്കാരിയെ ഉപദ്രവിച്ചയാൾ അറസ്റ്റിൽ. വാടാനപ്പള്ളിയിൽ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക പീഡന ശ്രമം. 42-കാരന് 7 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തൃപ്രയാറിൽ നാടക വിരുന്നിന് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വലപ്പാട് ബീച്ച് സ്വദേശികളായ കടുവങ്കശ്ശേരി വീട്ടിൽ 33 വയസ്സുള്ള വിഷ്ണു, വലിയ പറമ്പിൽ വീട്ടിൽ നരേന്ദ്രൻ എന്ന് വിളിക്കുന്ന 20 വയസ്സുള്ള സ്വരാജ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 25 രാത്രി 10:30 തൃപ്പയാർ വെച്ച് നാട്ടിക സേതുകുളം സ്വദേശി കളിച്ചത്ത് വീട്ടിൽ 26 വയസ്സുള്ള ഗോകുലിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. ഇടത് കൈ മസിലിന് ആഴത്തിൽ മുറിവ് പറ്റിയ ഗോകുൽ തൃശൂരിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു. വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ള വിഷ്ണു 2 വധശ്രമ കേസുകളിലും 2 അടിപിടി കേസുകളിലും പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ CN എബിൻ, GSI സൈഫുദ്ദീൻ, CPOമാരായ മാഷ്, ശ്രാവൺ, ആദർശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂർ തൃപ്രയാർ ബസ് യാത്രക്കിടെ യാത്രക്കാരിയെ ഉപദ്രവിച്ചയാൾ അറസ്റ്റിൽ. തൃശൂർ തൃപ്പയാർ റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സിനുള്ളിൽ വെച്ച് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന യുവതിയെ കാഞ്ഞാണി പാടം എത്തിയ സമയം പുറകിലെ സീറ്റിലിരുന്ന പ്രതി യുവതിയുടെ ദേഹത്ത് സ്പർശിച്ച് യുവതിക്ക് മാനഹാനി വരുത്തിയ സംഭവത്തിന് പ്രതിയായ മനക്കൊടി നടുമുറി ദേശത്ത് അറക്കൽ വീട്ടിൽ 52 വയസ്സുള്ള ടോണി എന്നയാളെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ടോണി അന്തിക്കാട്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളായി 3 മോഷണ കേസുകളിലും 2 അടിപിടി കേസുകളും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഫ്സൽ M, ASI വിജയൻ, സിവിൽ പോലീസ് ഓഫീസർ ഷാജി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളിയിൽ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക പീഡന ശ്രമം. 42-കാരന് 7 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അന്തിക്കാട് സ്വദേശിനി നാരായണം കാട്ടിൽ വീട്ടിൽ 42 വയസ്സുള്ള ജലീഷ് എന്നയാളെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി S ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 14-കാരനെ വാടാനപ്പള്ളിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പണി നടക്കുന്ന ആളൊഴിഞ്ഞ അങ്കണവാടിയിൽ വെച്ച് ലൈംഗിക പീഡനം നടത്താൻ ശ്രമിച്ച കേസിലാണ് പെയിന്റിംഗ് തൊഴിലാളിയായ ജലീഷിനെ ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 10 മാസം അധിക തടവ് അനുഭവിക്കണം. 2024 സെപ്റ്റംബർ 12 വൈകിട്ട് 6-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കുട്ടിയെ പണി നടക്കുന്ന ആളൊഴിഞ്ഞ അങ്കണവാടിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട 2 പേർ അങ്കണവാടിക്കുള്ളിൽ ചെന്ന് കുട്ടിയെ ലൈംഗിക പീഡനത്തിൽ നിന്നും കുട്ടിയെ രക്ഷിക്കുകയും പ്രതിയെ തടഞ്ഞു നിർത്തി വാടാനപ്പള്ളി പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. GASI സ്നേഹാമോൾ കുട്ടിയുടെ മൊഴിയെടുത്തു. തുടർന്ന് SI PK റഫീഖ് കേസ് രജിസ്റ്റർ ചെയ്ത് SI KG സലീൽ തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 17 സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്ര തെളിവുകൾ അടക്കം 19 രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് സിനിഷ എന്നിവർ ഹാജരായി. ലൈസൻസ് ഓഫീസർമാരായ MR സിന്ധു, A പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. തൃപ്രയാറിൽ നാടക വിരുന്നിന് നാളെ തുടക്കമാകും. തൃപ്പയാറിൽ 12 ദിവസങ്ങളിലായി നടക്കുന്ന 26ാമത് തൃപ്പയാർ നാടക വിരുന്ന് സെപ്റ്റംബർ 21 തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അധികൃതർ അറിയിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കാണ് നാടകാവതരണം.
തൃപ്പയാർ ജംഗ്ഷനിലെ നാസ് കോംപ്ലക്സിലുള്ള നാടകവിരുന്ന് സംഘാടക സമിതി ഓഫീസിൽ നിന്നും കാണികൾക്ക് പ്രവേശന പാസ് വാങ്ങാവുന്നതാണ്. 21-ന് കൊല്ലം അനശ്വരയുടെ ആകാശത്തൊരു കടൽ, 22-ന് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84, 23-ന് കായംകുളം പീപ്പിൾസിന്റെ അങ്ങാടി കുരുവികൾ, 24-ന് പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ഗാന്ധി, 25-ന് കാഞ്ഞിരപ്പള്ളിയുടെ അമലയുടെ ഒറ്റ, 26-ന് വള്ളുവനാട് നാദത്തിന്റെ കാഴ്ച ബംഗ്ലാവ്, 27-ന് തിരുവനന്തപുരം അമ്മ തിയേറ്റർ പീപ്പിൾസിന്റെ ഭഗത് സിംഗ് പുലിമട PO കൊല്ലം, 28-ന് ഡ്രീംസ് കേരളയുടെ അകത്തേക്ക് തുറന്നിട്ട വാതിൽ, 29-ന് തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം, 30-ന് വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്ന ഒരാൾ, ഒക്ടോബർ 1-ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കി, 2-ന് തിരുവനന്തപുരം സംഘകളിയുടെ ലക്ഷ്മണരേഖ എന്നീ നാടകങ്ങളാണ് ഇത്തവണ നാടകവിരുന്നിൽ അരങ്ങേറുക. ഒക്ടോബർ 1-ന് വൈകിട്ട് 6:30-ന് പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ദേശീയ പുരസ്കാരം നേടിയ സിനിമാ താരം വിജയരാഘവന് സ്വീകരണം നൽകും. സിനിമാ താരം ജോജു ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാടകവിരുന്ന് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, ജനറൽ കൺവീനർ KV രാമകൃഷ്ണൻ, രക്ഷാധികാരി MR ഗോപാലകൃഷ്ണൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ KR മധു, അക്കമഡേഷൻ കമ്മിറ്റി ചെയർമാൻ KV സദാശിവൻ, അർച്ചന എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൂട്ടറിൽ കാറിടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സ്കൂട്ടർ യാത്രക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ 3 പേർ പിടിയിൽ. ഇരിഞ്ഞാലക്കുട കോണത്തുകുന്ന് വെച്ച് വള്ളിവട്ടം ബോധിഗ്രാം സ്വദേശി ഓടിച്ചു വന്നിരുന്ന സ്കൂട്ടറിൽ പ്രതികൾ സഞ്ചരിച്ചു വന്നിരുന്ന കാർ ഇടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ പരാതിക്കാരനെ അസഭ്യം പറയുകയും ഇരുമ്പ് പൈപ്പ് കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിന് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളായ മതിലകം കൂളിമുട്ട സ്വദേശിനി പാമ്പിനെഴുത്ത് വീട്ടിൽ മുഹമ്മദ് ജസീൽ 22 വയസ്സ്, കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം സ്വദേശി അടിമപ്പറമ്പിൽ വീട്ടിൽ ഷിഹാസ് 23 വയസ്സ്, കരുപ്പഴന്ന നെടുങ്ങാണത്തുകുന്ന് സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ ശരത് ദാസ് 23 വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി V കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഷിഹാസ് ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, എറണാകുളം ടൗൺ, സൗത്ത്, കാസർഗോഡ് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 മോഷണ കേസുകളിലും 2 അടിപിടി കേസുകളിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച ഒരു കേസിലും അശ്രദ്ധമായി വാഹനമോടിച്ചതിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച കേസിലും അടക്കം ആകെ 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ശരത് ദാസ് ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും ലഹരിക്ക് അടിമപ്പെട്ട് പൊതുജന ശല്യം ചെയ്ത 3 കേസുകളിലും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസിലും മനുഷ്യജീവന് അപകടം വരുത്തുന്ന വിധം വാഹനം ഓടിച്ച ഒരു കേസിലും അടക്കം 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അയൽവാസിയായ സ്ത്രീയെ വെട്ടുകത്തി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇരിഞ്ഞാലക്കുട പേട്ട സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ 50 വയസ്സുള്ള സരസ്വ എന്ന സ്ത്രീയെ അതിർത്തി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 2017 വെട്ടുകത്തി കൊണ്ട് പരിക്കേൽപ്പിച്ച കേസിലാണ് പോട്ട കരിപ്പായി വീട്ടിൽ 44 വയസ്സുള്ള സതീഷ് എന്നയാളെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി ഇരിഞ്ഞാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെക്ഷൻസ് കോടതി ജഡ്ജ് RK രമ ശിക്ഷിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 326 പ്രകാരം പ്രതിക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും, ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 308 പ്രകാരം 5 വർഷം തടവും കോടതി വിധിച്ചു. രണ്ടും ഒരുമിച്ച് അനുഭവിക്കാനാണ് കോടതി ഉത്തരവിട്ടത്. വലപ്പാടിന് അഭിമാനമായി ബിജു പുളിക്കൽ. UAE-യിൽ ടോക്കിയോ മറൈൻ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ റീറ്റെയിൽ ബിസിനസ്സിലെ മികച്ച പെർഫോമർക്കുള്ള പുരസ്കാരം ബിജു പുളിക്കൽ ഏറ്റുവാങ്ങി. ദുബായ് ഡൗൺ ടൗണിലെ കെമിൻസ്കി ബൗളിവാർഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ടോക്കിയോ മറൈൻ CEO സുയോഷി സാനിൽ നിന്നും തൃശൂർ വലപ്പാട് സ്വദേശി കൂടെയായ ബിജു പുളിക്കൽ ഉപഹാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ ആദ്യമായാണ് ഒരു യുവ സംരംഭകന് ഈ അവാർഡ് ലഭിക്കുന്നത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർത്ത് സ്റ്റാർ ഇൻഷുറൻസ് ബ്രോക്കേഴ്സിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജരും സെക്യൂർമി ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടറും കൂടെയാണ് ബിജു പുളിക്കൽ. കാരുണ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ വ്യക്തിത്വം കൂടെയാണ് ബിജു പുളിക്കൽ. സെക്യൂർമി ഇൻഷുറൻസ് സൊല്യൂഷൻസിന്റെ യൂണിറ്റ് മാനേജറായ ശ്രീതിയാണ് ഭാര്യ. മക്കൾ ദക്ഷ ബിജു, അഭിനി ബിജു. ദുബായിലെ സാംസ്കാരിക സംഘടനയായ ഓർമ്മ ദുബായിയുടെ സജീവ പ്രവർത്തകരാണ് ബിജു പുളിക്കലും കുടുംബവും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന പുന്നയൂർ അകലാട് സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 1 മാസത്തിനിടെ രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 7ആയി. കയ്പമംഗലത്ത് വയോധികനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ പിടിയിൽ.
ചന്ദ്രാപിന്നി സ്വദേശികളായ മടത്തിൽ വീട്ടിൽ സദാശിവൻ, സത്യദേവൻ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വഴിയമ്പലം സ്വദേശി തെക്കൂട്ട് വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് പ്രതികൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി തലയിൽ വെട്ടി പരിക്കേൽപ്പിച്ചത്. ചാവക്കാട് യുവതിയുടെ സ്കൂട്ടറിൽ പാമ്പിനെ കണ്ടെത്തി. മണത്തല തൊട്ടിപ്പറമ്പിൽ ഗ്രീഷ്മയുടെ സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടത്. റെസ്റ്റ് ഹൌസിലെ മുന്നിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ഗ്രീഷ്മ സ്ഥാപനത്തിലെത്തി സാധനങ്ങൾ എടുക്കാൻ സീറ്റ് തുറന്നപ്പോഴാണ് പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ മറ്റൊരു സ്ഥാപനത്തിലെ ജീവനക്കാരെ വിവരമറിയിച്ചു. ഇവിടത്തെ ജീവനക്കാരനായ റഷാദ്, സിവിൽ ഡിഫൻസ് പ്രവർത്തകൻ പ്രബീഷ് ഗുരുവായൂർ എന്നിവർ ചേർന്ന് വാഹനമഴിച്ച് പാമ്പിനെ ജീവനോടെ പിടികൂടി. കൊടകരയിൽ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1.25 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും അറസ്റ്റിൽ. വല്ലപ്പാടി സ്വദേശി ചെങ്ങിനിയാടൻ വീട്ടിൽ ഫെബിൻ, ബോംബ്, ആദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വല്ലപ്പാടി കേശവനഗർ സ്വദേശി പണക്കാടൻ വീട്ടിൽ ആദിത്യൻ എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. ക്ഷേത്രത്തിനു മുമ്പിലെ കൗണ്ടറും തകർത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ക്ഷേത്രം ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്ര പരിസരത്ത് പന്തൽ നിർമ്മാണത്തിന് കുഴിയെടുക്കാനായി സൂക്ഷിച്ചിരുന്ന 2 ആയുധവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കാം ഭണ്ഡാരം കുത്തി തുറന്നതെന്ന് സംശയിക്കുന്നു. ഭണ്ഡാരത്തിലെ പണവും കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഹർഷാരവം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. നാട്ടിക SN ഹാളിൽ നടന്ന പരിപാടി നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബുവിന്റെ അധ്യക്ഷതയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ ഉന്നത വിജയം നേടിയവരുടെ ജീവിതങ്ങൾ ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണമെന്നും നേടിയെടുക്കാൻ കഴിയാത്ത വിജയങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും ഇതിനായി ഭരണസമിതി എന്നും കൂടെ ഉണ്ടാവുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ കൈത്താങ് ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ആദരവ് സൂചകമായി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് മൊമന്റോ നൽകി ആദരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് KK, ജനപ്രതിനിധികളായ മണികണ്ഠൻ, റസീന ഖാലിദ്, സുരേഷ് ഇയാനി, ഐഷാബി ജബ്ബാർ, ഗ്രീഷ്മ സുഖിലേഷ്, P വിനു, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് വിവിധ വാർഡുകളിൽ നിന്നും ഉള്ള ഭിന്നശേഷിക്കാരുടെയും അംഗനവാടി പ്രവർത്തകരുടെയും കലാപരിപാടികളും അരങ്ങേറി. ഒരു 25-30 കൊല്ലം മുമ്പ് നിന്നാലും ഒരവസ്ഥ വിദ്യാഭ്യാസത്തിൻ്റെ നല്ല വസ്ത്രം ഉണ്ടാവില്ല, മുട്ടക്കിങ്ങനെ തഴമ്പ് വന്നിങ്ങനെ എന്താ പറയുക മഞ്ഞ കളറായി ഇങ്ങനെ തുരുമ്പിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. ആ രീതിയിലും മാറി ജനങ്ങളും ഗ്രാമപ്രദേശങ്ങളും അതുപോലെ തന്നെ ത്രിതല സംവിധാനങ്ങളും സർക്കാരുകളൊക്കെ ഇതിൻ്റെ വലിയ രീതിയിലേക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർന്നപ്പോൾ എല്ലാ തരത്തിലും മാറ്റം വന്നു എന്നുണ്ട്. അന്തരിച്ച മാർ ജേക്കബ് തൂങ്കുഴിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി മന്ത്രി K രാജൻ അരമന സന്ദർശിച്ചു. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാര ചടങ്ങുകൾ സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ പറഞ്ഞു. തൃശൂർ ബിഷപ്പ് ഹൗസിലെത്തി മാർ ജേക്കബ് തൂങ്കുഴിക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തുന്നതിനുള്ള ഉത്തരവും മന്ത്രി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചേർന്ന് ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ജില്ലാ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് പ്രത്യേക ചുമതല നൽകിയതായി മന്ത്രി പറഞ്ഞു. ഔദ്യോഗിക ബഹുമതികളെല്ലാം നൽകാൻ വേണ്ടി ഔപചാരികമായി തീരുമാനമെടുത്തു. ഏതാനും മിനിറ്റ് മുമ്പ് അതിൻ്റെ ഉത്തരവ് പുറത്തിറക്കിയെടുത്തു. കൊണ്ട് തൂങ്ങി പിതാവിൻ്റെ യാത്രാമംഗളങ്ങൾ നേരുമ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഔദ്യോഗിക ബഹുമതി തന്നെ കൊടുക്കണം എന്ന് സർക്കാർ നിശ്ചയിച്ചു. അതിൻ്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങി. തൃശ്ശൂരിലെ ജില്ലാ കളക്ടറോടും തൃശ്ശൂരിലെ സൂപ്രണ്ടിനോടും പോലീസ് സൂപ്രണ്ടിനോടും ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകാൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ വിധത്തിൽ ഔദ്യോഗിക ബഹുമതികൾ നൽകിയിട്ടുണ്ട്. ഈ വലിയ ഇടയം രാജ്യത്തിൻ്റെ തന്നെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഐതിഹാസികമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തിയൊരു വലിയ ഇടയൻ്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായി മാറേണ്ട അത്രയേറെ അറിവുകളുടെ ഒരു സമാഹാരമാണ്. തൂങ്കുഴി പിതാവിനെയും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ സഭയുടെ എല്ലാ അധികരണങ്ങളെയും അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള ദുഃഖം സർക്കാരിന് വേണ്ടി ഔപചാരികമായി അറിയിക്കുന്നു. കാഴ്ച പിതാവിൻ്റെയും ടോണി പിതാവിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടറെയും ഒക്കെ സാന്നിധ്യത്തിൽ
ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ബഹുമാനപ്പെട്ട പിതാവിനെ കൈമാറാൻ കൂടി അവസരം. തൃശൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും തൃപ്പയാർ TSJയും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി തൃപ്പയാർ TSJ. 2ാം സ്ഥാനം SN വിദ്യാഭവൻ ചന്ദ്രാപിന്നിയും 3ാം സ്ഥാനം ചന്ദ്രാപിൻ ഹൈസ്കൂളും കരസ്ഥമാക്കി. ആൺകുട്ടികളുടെ വിഭാഗം 1ാം സ്ഥാനം SDVHSS പേരാമംഗലവും 2ാം സ്ഥാനം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മതിലകവും 3ാം സ്ഥാനം SN വിദ്യാഭവനും നേടി. വിജയികൾക്ക് TSJ വൈസ് ചെയർമാൻ CM നൌഷാദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മുഖ്യാതിഥിയായിരുന്നു. ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ T വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക പഞ്ചായത്ത് മെമ്പർ CS മണികണ്ഠൻ, CK മധു മാസ്റ്റർ, PC രവി, TK ദീപ, VU ഉണ്ണികൃഷ്ണൻ, VC രഞ്ജിത് സിംഗ് എന്നിവർ സംസാരിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്ന് 14 ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്ന് 9 ടീമുകളും പങ്കെടുത്തു. ഏറ്റവും മനോഹരമായ വോളിബോൾ നടത്തുക, അതിനുള്ള സൗകര്യമൊരുക്കുക എന്ന TSJയുടെ ഓരോ അംഗത്തിന്റെ ബാധ്യതയാണ്. ഒരിക്കൽ കൂടി മനോഹരമായ മത്സരങ്ങൾ കാഴ്ചവെച്ചത് ഭാവിയിലെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ, അനുജത്തിമാർ, നിങ്ങളോടാണ് ഏറ്റവും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നത്. തീർച്ചയായും പഠനത്തോടൊപ്പം കായിക രംഗത്തിൽ മികവ് തെളിയിക്കും. നിങ്ങളുടെ ഭാവി സുരക്ഷിതമായി നിരവധി സാധ്യതകളുണ്ട്. തൃശൂർ ജില്ലാ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം അന്താരാഷ്ട്ര സമുദ്രതീര ശുചീകരണ യജ്ഞം നടത്തി. വാടനപ്പള്ളി ബീച്ച് മുതൽ തളിക്കുളം ബീച്ച് വരെ നടത്തിയ ശുചീകരണ യജ്ഞം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പുരടൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PV ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ IS സുദർശനൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് IA ബാലൻ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം KB ശ്രീജിത്ത്, സതീഷ് ചന്ദ്രബോസ്, KD കൃഷ്ണൻകുട്ടി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം IS അനിൽകുമാർ, മണികണ്ഠൻ ആലയിൽ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തോടനുബന്ധിച്ച് നാട്ടിക ബീച്ചിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞത്തിൽ 310 കിലോ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു. കേന്ദ്ര പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച സേവാ പർവ് 2025 ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തീരങ്ങൾ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണെന്നും ഈ ശുചീകരണ യജ്ഞം ഒരു തുടർ പ്രവർത്തനമാക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തീരസംരക്ഷണത്തിന്റെ ഭാഗമായി കണ്ടൽ ചെടി നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് അധ്യക്ഷത വഹിച്ചു. ശുചീകരണ യജ്ഞം അസിസ്റ്റന്റ് കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ തീരം നമ്മുടെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. നാട്ടിക SN കോളേജ്, വലപ്പാട് ഗവൺമെന്റ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, തൃപ്പയാർ ഗവൺമെന്റ് ശ്രീരാമ പോളിടെക്നിക്, നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും നാട്ടിക ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, മലിനീകരണ നിയന്ത്രണ ബോർഡ് ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകർ, തീരദേശവാസികൾ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. പ്ലാസ്റ്റിക് കുപ്പികൾ, ചെരുപ്പുകൾ, പേപ്പറുകൾ, ഗ്ലാസ്, തെർമോക്കോളുകൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ ഉൾപ്പെടെ 310 കിലോ അജൈവ മാലിന്യങ്ങളാണ് തരംതിരിച്ച് നീക്കം ചെയ്തത്. ചടങ്ങിൽ കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയർ KS ദിനേശ്, മണപ്പുറം ഗ്രൂപ്പ് CRS ഹെഡ് ട്രീസ സെബാസ്റ്റ്യൻ, ലുലു ഗ്രൂപ്പിന്റെ വൈമാൾ മാനേജർ മെവിൻ സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ AS സൗമ്യ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ റോണി C ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. ഉപജില്ലയിലെ LSS, USS, MMS സ്കോളർഷിപ്പുകൾ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പെരിഞ്ഞനം GUP സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് AEO KV അമ്പിളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഗദീജാബി, BPC ചിത്രകുമാർ, വികസന സമിതി കൺവീനർ ശ്രീജ മോസ്നി, MA സാദിഖ്, TS സനീഷ്, TR രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 350ഓളം പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും നിരവധി പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള മികവ് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ സെക്കൻഡ് ടേമിലാണെങ്കിൽ നമുക്ക് ഒരുപാട് മേളകളൊക്കെ നടത്തണം. സബ് ജില്ലാ തലത്തിലുള്ള കായികമേള, ശാസ്ത്രമേള, അതുപോലെ കലോത്സവം, പിന്നെ സാഹിത്യോത്സവം, അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഇനി നടക്കാനുള്ളത്. അതെല്ലാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കായികമേളകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ നിങ്ങളുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർമ്മിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കണം. പാഠ്യേതര പ്രവർത്തനങ്ങളും കലാകായിക പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഒട്ടേറെ എല്ലാവരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാവരും നല്ല നിലയിൽ വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന എൻ്റെ മക്കൾ തന്നെയാണ് ഇവിടെയുള്ളത്.
അപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഏത് മേഖലയിലേക്കും നമ്മൾക്ക് തിരിയണമെങ്കിൽ നമ്മൾക്ക് അതിനോടനുബന്ധിച്ച് അടിയിൽ നിന്ന് തന്നെയുള്ള വിദ്യാഭ്യാസം വേണം. നല്ല മനുഷ്യത്വമുള്ളവരായിരിക്കണം അല്ലെ. മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കുകയും അച്ഛനമ്മമാരെ കൂടുതൽ സ്നേഹിക്കുകയും അതേപോലെ എല്ലാ സമൂഹത്തിന് വേണ്ടി ഒരു നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും നല്ല മനസ്സുള്ള മക്കളായി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മളല്ലേ ഓൺലൈൻ വിദ്യാഭ്യാസവും മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ വന്നതിൽ പിന്നെ അല്ലേ ഇപ്പൊ മൊബൈലിന്റെ ഉപയോഗം, TV കാണല്, അതേപോലെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗമൊക്കെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതേപോലെ പുറത്തു നിന്നല്ലേ നമുക്കറിയാം നമ്മൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ് കൊലപാതകങ്ങളും അതേപോലെ മുങ്ങിമരണങ്ങളും വാഹന അപകടങ്ങളും ഒക്കെ ആയിട്ട് കുട്ടികൾ പല മേഖലയിലും അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതെല്ലാം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലേ. മയക്കുമരുന്നിന്റെ ഉപയോഗം തന്നെയാണ് കൂടുതൽ. അപ്പൊ പുറത്തു നിന്ന് നിങ്ങളെ മാറ്റി വിളിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുവാനൊക്കെ ആളുകളുണ്ട്. ആ രീതിയിലേക്കൊന്നും പോകാതെ നിങ്ങൾ നല്ല മക്കളായി വളരണം. LDF എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന കാൽനട ജാഥയ്ക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ക്യാപ്റ്റനും KC ശിവരാമൻ വൈസ് ക്യാപ്റ്റനും TK ചന്ദ്രബാബു മാനേജറുമായ ജാഥയുടെ ഉദ്ഘാടനം ചന്ദ്രാപ്പിനി സെന്ററിൽ CPI ജില്ലാ കൗൺസിൽ അംഗം KP സന്ദീപ് നിർവഹിച്ചു. സംഘടനാ സമിതി ചെയർമാൻ PK ഷാജു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം മഞ്ജുള അരുണൻ, CPM ലോക്കൽ സെക്രട്ടറിമാരായ AV സതീഷ്, ഷീന വിശ്വൻ, CPI ലോക്കൽ സെക്രട്ടറി CB അബ്ദുൾ സമദ്, TA അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമായ നാഴികക്കല്ലാണ്. കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് കേരളം ഒരു പുതിയ കേരളമായി മാറുന്നതിന്റെ വാതിലുകൾ ഈ തുറമുഖത്ത് തുറന്നു വെക്കപ്പെടും. കൊളംബോയിലേക്ക്, ദുബായിലേക്ക്, സിംഗപ്പൂരിലേക്ക് പോകുമായിരുന്ന ചരക്കു കപ്പലുകൾ ചരക്കുകൾ ഇറക്കാൻ വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേരും. അങ്ങനെ വന്നാൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കും. വിഴിഞ്ഞത്തേക്ക് റെയിൽപാത വരും. ചരക്കു ഗതാഗതം സുഗമമാകും. ചെലവ് കുറയും. അത് നമ്മുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടായിരുന്നു. ആ കാഴ്ചപ്പാട് അക്ഷരം പ്രതി ശരിവെക്കുന്ന നിലയിൽ വിഴിഞ്ഞത്തെ ജനത ചേർന്നു നിന്നു. വികസന പ്രവർത്തനം യാഥാർത്ഥ്യമായി. ഇന്ന് ലോക തുറമുഖ ഭൂപടത്തിലെ 1-ാം നമ്പർ പേരായി വിഴിഞ്ഞം മാറി. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പലപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്നത് വലിയ വലിയ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തവരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിൽ നിന്നും മാറി ലോകം ശ്രദ്ധിക്കുന്ന സുപ്രധാനമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞു. എങ്ങനെയാണത് സാധിക്കുന്നത്? ഒരു ഭാഗത്ത് കേന്ദ്ര ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, കേരള ഭരണകൂടത്തെ മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം തടസ്സപ്പെടുത്തുന്ന വിദണ്ഡമായ നിലപാടുകളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സ്വന്തം കാലിൽ സ്വയം പര്യാപ്തതയോടെ കേരളം മുന്നോട്ടു പോകുന്നത്. കയ്പമംഗലം മഹ്ൽറ ജുമാ മസ്ജിദ് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഹമദാനി തങ്ങളുടെ 101ാമത് ആണ്ട് നേർച്ചയും മതപ്രഭാഷണവും ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 4:30 കൊടിയുയർത്തൽ, രാത്രി 7 ഗത്തമുൽ ഖുർആൻ മജ്ലിസ്, തിങ്കളാഴ്ച രാവിലെ ഹമദാനി മൗലിദ് പാരായണം, തുടർന്ന് ദുആ മജ്ലിസ്, രാവിലെ 10 മുതൽ 11 വരെ നേർച്ച ഭക്ഷണ വിതരണം, രാത്രി 8 മണിക്ക് അബ്ദുൽ ബഷീർ നദ്വിയുടെ മതപ്രഭാഷണം എന്നിവയാണ് പ്രധാന പരിപാടികൾ. കയ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മഹൽ ഭാരവാഹികളായ TA മുഹത്തിക്കർ അഹമ്മദ്, PA മുഹമ്മദ് ഹാജി, EK മുഹമ്മദ് ഉണ്ണി എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി തലാപുരം ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ഈ ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ പ്രത്യേക നവരാത്രി പൂജകൾ ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 22 രാത്രി 7 പ്രഭാഷണം, 23 രാത്രി 7 ശാസ്താംപാട്ട്, 24, 25, 26 തീയതികളിൽ രാത്രി 7 ഭജന, 27 രാത്രി 7 ഭക്തിഗാന സുധ, 28 പഴയ മനോജ് തിയേറ്റർ മൈതാനത്ത് രാത്രി 7 ഭക്തിഗാന ഭജൻ സന്ധ്യ, 29 രാത്രി 7 വീരനാട്യം, 30 രാത്രി 7 നൃത്യങ്ങൾ. ഒക്ടോബർ 1 രാത്രി 7 സിനിമാ പിന്നണി ഗായകൻ രമേശ് പഴയന്നൂരും സിനിമ സീരിയൽ താരം വസന്ത പഴയന്നൂരും നയിക്കുന്ന പടയോട്ടം ഫോക്ക് മെഗാ ഷോ. ഒക്ടോബർ 2 രാവിലെ 7 മുതൽ വിജയദശമി പൂജ, വിദ്യാരംഭം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് K ഗോപകുമാർ, സെക്രട്ടറി PR രാജേഷ്, ഉത്സവാഘോഷ കമ്മിറ്റി രക്ഷാധികാരി സുശീല രവീന്ദ്രനാഥൻ, ജനറൽ കൺവീനർ വസന്ത ആത്മജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
വോട്ട് ചോരി ജനാധിപത്യ ധ്വംസനത്തിനെതിരെ കയ്പമംഗലത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. ജനാധിപത്യ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രാപിനി സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന നൈറ്റ് മാർച്ച് കാളമുറിയിൽ സമാപിക്കും. ജനാധിപത്യ സംരക്ഷണത്തിനായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ 1000-ഓളം പേർ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ജനാധിപത്യ സംരക്ഷണ വേദി ഭാരവാഹികളായ CJ പോൾസൺ, CB അബ്ദുൾ സമദ്, KK സക്കറിയ, MU ഉമറുൽ ഫാറൂഖ്, PM ഉസ്മാൻ, PMS ആബിദിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ കിഴക്കേക്കോട്ട സെന്റ് ക്ലൈൻ സ്കൂളിൽ മോഷണ ശ്രമം. ഇന്നലെ രാത്രിയിലായിരുന്നു മോഷണ ശ്രമം. ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കെട്ടിട നിർമ്മാണത്തിനായി സ്കൂളിന്റെ സമീപം വെച്ചിരുന്ന പിക്കാസ് ഉപയോഗിച്ചാണ് പൂട്ട് തകർത്തത്. സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ടിരുന്ന വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണ ശ്രമം. മണ്ണമ്പേട്ട പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ ചക്കാലമറ്റത്ത് വളപ്പിൽ രതീഷിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. രതീഷും കുടുംബവും വിദേശത്താണ്. ശനിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടത്. ബന്ധുക്കൾ എത്തി നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാ മുറികളിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയിൽ കാണാതായ തൊഴിലാളിക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. മധ്യപ്രദേശ് സ്വദേശി 22 വയസ്സുള്ള തേജ്പാലിനായി കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് തിരച്ചിൽ നടത്തുന്നത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ ഭാഗത്ത് വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. നിർമ്മാണത്തിലിരിക്കുന്ന തൂണിൽ നിന്നും പുഴയിലേക്ക് ഇറങ്ങി കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് തേജ്പാലിനെ കാണാതായത്. KPSTA സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശ യാത്രയ്ക്ക് തിങ്കളാഴ്ച കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. സ്വീകരണ സമ്മേളനം ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്യും. MLA സനീഷ് കുമാർ ജോസഫ്, KPCC വക്താവ് KP നൌഷാദ് അലി എന്നിവർ സംസാരിക്കും. സംഘാടക സമിതി ചെയർമാൻ ES സാബു, ജനറൽ കൺവീനർ CJ ദാമു, വർക്കിംഗ് ചെയർമാൻ പ്രവീൺ M കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. LDF വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ വികസന കാൽനട ജാഥയ്ക്ക് തുടക്കമായി. നാടിന്റെ വികസന വിഷയങ്ങൾ മുൻനിർത്തി എടമുട്ടം സെന്ററിൽ തുടക്കം കുറിച്ച വികസന ജാഥ CPI സംസ്ഥാന കൗൺസിൽ അംഗം TR രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. TS മധുസൂദനൻ ക്യാപ്റ്റനായി, കിഷോർ വാഴപ്പള്ളി വൈസ് ക്യാപ്റ്റനായി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് മാനേജറായും വികസന ജാഥ നയിച്ചു. ജാഥ കൺവീനർ PS ഷജിത്, ട്രഷറർ രാജിഷ ശിവജി, ചെയർമാൻ AG സുഭാഷ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പാർട്ടി മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 3.58%. എന്നാൽ മോദി മൂന്നാമത് അധികാരത്തിൽ വന്നപ്പോൾ രൂപീകരിക്കപ്പെട്ട 15ാമത് ധനകാര്യ കമ്മീഷന്റെ പുറത്തു വന്നപ്പോൾ അതിനകത്ത് 1.92% കേരളത്തിലെ ദേശീയ ഗവൺമെന്റിനുള്ള വിഹിതം കുറയ്ക്കുന്ന സുനിശ്ചിതമായി. ഒരു വർഷത്തിൽ ശരാശരി 20,000 കോടി രൂപയുടെ കുറവാണ് ഇക്കാര്യത്തിൽ കേരളത്തിന് കുറവ് വരുന്നത്. ഇതിൻ്റെ എല്ലാം പുറകിൽ നിന്നുകൊണ്ടാണ് ഇത്രയേറെ വരുമാന സ്രോതസ്സുകൾ കുറഞ്ഞ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് ജനോപകാരപ്രദമായ ക്ഷേമപ്രവർത്തനമായി കൊണ്ടുവരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാറിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. തൃശൂർ തൃപ്രയാർ ബസ് യാത്രക്കിടെ യാത്രക്കാരിയെ ഉപദ്രവിച്ചയാൾ അറസ്റ്റിൽ. വാടാനപ്പള്ളിയിൽ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക പീഡന ശ്രമം. 42കാരന് 7 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തൃപ്രയാറിൽ നാടക വിരുന്നിന് നാളെ തുടക്കമാകും. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.